ഉമ്മയുടെ കണ്ണിലെ കണ്ണീരുപോലെ ഉള്ളം വല്ലാതെ വിങ്ങുകയാണ്. ഭൂമിക്കുള്ളം വിങ്ങിയപ്പോഴായിരിക്കുമല്ലോ ഉരുൾപൊട്ടലുണ്ടാവുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളം എത്ര കാലം വിങ്ങിയിരിക്കണം? 1, 2, 3, 4 200 മനുഷ്യരെയാണ് ഇനിയും കാണാമറയത്ത് നിർത്തിയിരിക്കുന്നത്. അവരിൽ പലരുടെയും ശരീരഭാഗങ്ങൾ അറ്റനിലയിൽ പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തി. അത് ആരുടേതാവാം? ആര് താലോലിച്ച കൈകളാവാം, ആര് ആശ്വസിപ്പിച്ച വിരലുകളാവാം, ആർക്കറിയാം? ദുരന്തം പെയ്തിറങ്ങിയ മുണ്ടക്കൈയുടെ മണ്ണിൽ അവശേഷിക്കുന്ന കാഴ്ചകൾ കരളലിയിപ്പിക്കും. എല്ലാം മണ്ണടിഞ്ഞപ്പോൾ കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ബാക്കി വെച്ചവർ ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത്. വയനാട്ടിൽ നിന്നും ദീപക് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണും. ഞായറാഴ്ച വൈകിട്ട് മഴ കനത്തു. രാത്രി 1:30 വരെ മഴ ശക്തമായി വയനാട്ടിൽ പെയ്തു. അന്ന് വയനാട്ടുകാർ ശരിക്കും ഉറങ്ങിയിട്ടില്ലാത്ത രാത്രിയാണ്. മലകൾക്ക് കീഴെയും പുഴകൾക്ക് സമീപമൊക്കെ താമസിക്കുന്ന വയനാട്ടിലെ ആളുകൾ ഭയത്തോടു കൂടിയാണ് അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത്. ഏകദേശം രാത്രി ഒരു 1:45 കൂടിയാണ് ഈ ഭാഗത്തുള്ള ഒരാളുടെ ഫോണിൽ നിന്ന് ആദ്യം ഒരു കോൾ വരുന്നത്. ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്, രക്ഷിക്കുക, ചൂരൽമല ടൗണും ചൂരൽമല പ്രദേശവും ഒക്കെ മണ്ണിനടിയിലാണ്, പെട്ടെന്നെത്തൂ. അങ്ങനെയൊരു മെസ്സേജാണ് ആദ്യം നമുക്ക് ലഭിച്ചത്. പിന്നീട് അത് ക്രോസ് ചെക്ക് ചെയ്യാനായി നമ്മൾ കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ടു. നമ്മുടെ സുഹൃത്തുക്കളായ മറ്റ് മാധ്യമപ്രവർത്തകരെ നമ്മൾ വിളിച്ചന്വേഷിച്ചു. അവരൊന്നും തന്നെ അറിഞ്ഞില്ല. അപ്പോഴാണ് മറ്റൊരു ഫോൺ കോൾ എത്തുന്നത്. കൽപ്പറ്റ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ സ്റ്റേഷൻ ഓഫീസർ നമ്മളെ വിളിച്ച് ഈ സംഭവം, അതായത് ഇവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. 1:45 കൂടി ഞങ്ങൾ ക്യാമറയും യൂണിറ്റുമായി കൽപ്പറ്റയിൽ നിന്ന് തിരിച്ചു. പക്ഷേ വരുന്ന വഴി കനത്ത മഴയെ തുടർന്ന് മേപ്പാടി പോളിടെക്നിക്കിന് സമീപം വരെ എത്താൻ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് മുൻപേ എത്തിയ ഫയർഫോഴ്സ് സംഘം മേപ്പാടി പോളിടെക്നിക്ക് കഴിഞ്ഞ് റോഡിൽ കടപുഴകി വീണ മരം മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. മുൻപ് നമ്മൾ ഈ ഭാഗത്തൊക്കെ വാർത്തയെടുക്കാൻ വന്നിട്ടുണ്ട്. ആ സമയത്ത് കണ്ട പ്രദേശമാണോ ഇതെന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾക്കാണ് ഞങ്ങൾ ആദ്യ ദിവസം ഇവിടെ എത്തിയപ്പോൾ സാക്ഷ്യം വഹിച്ചത്. മഞ്ഞു മൂടുന്ന മനോഹാരിതയ്ക്ക് നടുവിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ചേർത്തുവെച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പെട്ട ഒരുപറ്റം മനുഷ്യരുടെ സുന്ദരമായ ലോകം. അതായിരുന്നു മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവുമൊക്കെ. ഉരുണ്ടുകൂടി കലിതുള്ളിയ പെരുമഴപ്പെയ്ത്തിൽ കുത്തിയൊലിച്ചെത്തിയ ഉരുളിൽ എല്ലാം മണ്ണടിഞ്ഞു. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യം. ലോണെടുത്ത് കെട്ടിയ വീട്ടിൽ കൊതിതീരെ ഉറങ്ങുന്നതിനു മുൻപ് ദുരന്തം ഉരുണ്ടെത്തിയ രാത്രിയിൽ കണ്ട സ്വപ്നങ്ങളും ചേർത്ത് അവരെയും ഉരുളെടുത്തുപോയി. ചോരയും കണ്ണുനീരും തളം കെട്ടി നിൽക്കുന്ന ദുരന്തഭൂമിയിൽ ഇപ്പോഴും ഇടവിട്ടു പെയ്യുന്ന മഴ ഒരുപക്ഷെ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് പോയവരുടെ കണ്ണുനീരാകാം. മരണത്തെ മുന്നിൽ കണ്ട ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ദുരന്തം ബാക്കി വെച്ച കുറച്ചുപേർ. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു. അവരിൽ പലരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. വെള്ളത്തുണികളിൽ പൊതിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാണോ എന്നറിയാൻ DNA ഫലം കാത്തിരിക്കുന്നവർ. ചേർത്ത് പിടിക്കുമ്പോഴും ആശ്വസിപ്പിക്കുമ്പോഴും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണവർ. സ്വപ്നങ്ങളും മോഹങ്ങളും ചേർത്തുവച്ച് ഉറങ്ങാൻ കിടന്നവർ മണ്ണടിഞ്ഞ ശ്മശാനഭൂമിയായി ഇവിടെ മാറിക്കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഉറ്റവർ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കണ്ണീരുണങ്ങുന്ന മുഖങ്ങളാണ് നമ്മയും കരയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിലിനും ക്യാമറ അസിസ്റ്റന്റ് ഷാൻ തോമസിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ,
വയനാട്.